ഞാൻ ഇതിനു മുമ്പ് കുറേ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ സീരീസ് ഫൈനൽ ലോക. ഇതിൽ ഞാൻ എൻ്റെ ഡ്രാഗണെ കൊല്ലുന്ന സീരീസാണ്. എൻ്റെ ഡ്രാഗണെ എനിക്ക് കൊല്ലണം. എനിക്ക് ഫസ്റ്റ് ഒരു ബെഡ് ഉണ്ടാക്കണം. എന്താ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടേ? ഷീപ്പിനെയാണ് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടത്. എനിക്ക് 3 ആടിനെ കണ്ടുപിടിക്കണം. എന്ത് ഭംഗിയല്ലേ ഈ ലോകം കാണാൻ. വെരി ബ്യൂട്ടിഫുൾ. ഐ ലൈക്ക് ഇറ്റ്. ഇതിനെല്ലാം കൊല്ലാം. ഒരു സഹതാപവും ഇല്ല. നമ്മൾ ക്രൂവലാ. സർവൈവറാ ഞാൻ. പണ്ടത്തെ വേൾഡിൽ ഞാൻ ഒരു പാവമായിരുന്നു, പക്ഷേ ഈ വേൾഡിൽ ഞാൻ ഭയങ്കര ക്രൂവലാ. പണ്ടത്തെ തന്നെ ഞാൻ മറന്നു. ഇനി ഞാൻ പാവമല്ല, ഞാൻ ക്രൂവലാ. ക്രൂവൽ. എൻ്റെ മനസ്സിൽ പോടുന്ന ഒറ്റ കാര്യം, കൊല്ലണം, കൊല്ലണം, കൊല്ലണം. ആടെവിടെയാ? എവിടെയാ ആട്? എവിടെയാ ആടുള്ളത്? എനിക്കൊരാടിനെ വേണം. എന്താ ഞാനീ കാണുന്നേ? ഇത് വില്ലേജ് അല്ലേ? ശരിക്കും ഇത് വില്ലേജ് അല്ലേ? അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, അടുത്തേക്ക് പോവാ. ആയി വില്ലേജത്തെ പശു. എൻ്റെ മോൻ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു വില്ലേജാ, പക്ഷെ എൻ്റെ ആദ്യത്തെ വില്ലേജ്. ഹായ്. എനിക്കിതിന് ഓടിക്കാവോ? പ്രസ് കൺട്രോൾ. എടാ ഇതിനെന്നെ ഇഷ്ടമായി. എൻ്റെ ആദ്യത്തെ കുതിര. ഇതിപ്പോ ഇതെന്നെ ഇരുത്താൻ വിട്ടു. ഈ കുതിരക്ക് എന്നെ ഇഷ്ടമായി. ഞാൻ ഒന്നും കൊടുക്കേണ്ട വന്നില്ല, അല്ലാതെ തന്നെ ഇതിനെന്നെ ഇഷ്ടമായി. അടിപൊളി, 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 അടിപൊളി. എനിക്ക് സ്വന്തമായിട്ടൊരു കുതിരനെ കിട്ടി. അങ്ങനെ ഇതിന് ഓടിക്കാൻ എന്തായിരുന്നു വേണ്ടേ? എന്തായിരുന്നു ഇതിന് ഓടിക്കാൻ വേണ്ടേ? സാഡിൽ ആ സാധനം ഉണ്ടാക്കണം. ഇപ്പം എങ്ങനെയാലും വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം ഫസ്റ്റ്. ഇതിൻ്റെ അകത്ത് എന്താ എന്തെങ്കിലും ഒരു വലിയ സാധനം ഉണ്ടാവണം. ഇത് അപ്ഗ്രേഡ്. ഈ വില്ലേജ് ഞാൻ കീഴടക്കി എന്ന് തന്നെ പ്രഖ്യാപിക്കുക. ഇവിടെ വേറെ ആരും കാണുന്നില്ല. എനിക്ക് യുദ്ധം ചെയ്ത് കീഴടക്കണം എന്നുണ്ട് ഈ വില്ലേജ്, പക്ഷെ ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. എൻ്റെതായി പ്രഖ്യാപിക്കുക. ഇതെൻ്റെതാ. ഇനി ഈ വില്ലേജ് എനിക്ക് സ്വന്തം. കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പെട്ടി. ഇവിടെയുള്ളത് ഭൂമി, ഇവിടെയുള്ളത് ആരുടെയോ തല. ഇവിടെ റെഡ് കളർ. ഇതെന്താന്ന് തുറന്നു നോക്കാം. പസിലാണോ? ഇത് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ ഇതിവിടെ വെക്കാൻ പറ്റില്ല. സീഡ് വെക്കാൻ പറ്റുമോ? സീഡ് വെക്കാൻ പറ്റില്ല. ഇതിലെന്താ വെക്കുക? ആർക്കറിയാം. ഇതെന്താ? പെട്ടി. എനിക്ക് ആദ്യത്തെ എൻ്റെ ട്രഷർ തുറക്കൽ. ട്രഷറിൻ്റെ അകത്ത് ബ്രെഡാണ് കിട്ടിയത്. ആവശ്യത്തിന് ബ്രെഡായി. ഇനി ബ്രെഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു പൈരറ്റിനെ പോലെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രെഡൊക്കെ ഇങ്ങനെ എടുക്കുകയുള്ളൂ. എനിക്ക് ഉണ്ടാക്കണ്ട. ഞാൻ ഫുള്ള് എടുക്കുകയുള്ളൂ. പൈരറ്റ് എപ്പോഴും സാധനങ്ങൾ ഓരോ വില്ലേജിൽ പോയിട്ട് എടുക്കുക ചെയ്യാം. ഞാൻ പൈരറ്റായിട്ടാണ് ജീവിക്കുന്നത്. കോമ്പസ് കിട്ടി. പിന്നെ ഞാൻ പൈരറ്റ് തന്നെ. എൻ്റെ ഒരു കോമ്പസ് ഉണ്ട്. ഇനി കോമ്പസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ടേലും നീങ്ങുക. ഹലോ. അടിച്ച നമ്മൾ തീർന്ന്. ഗോൾഡ് ഇട്ട സോംബി. ഇത് ബോണസ് ദിവസം. എൻ്റെ ഒരു മാപ്പും ഉണ്ട്. പക്ഷെ ഇവനെ കൊല്ലാൻ എൻ്റെ വെപ്പണില്ല. നിക്ക് നമ്മളുടെ ഗോളത്തോട് പറയും. ഞാൻ ഗോളത്തോട് പറയുവേ. ഗോളം നിന്നെ അടിക്കുവേ. ഇവനെ ഗോളത്തെ കൊണ്ടടിപ്പിക്കാം. ഗോളം, ഇത് ഇവനടിക്ക്. ഈ സോംബി എന്തോ പൊട്ടിക്കുക ഇവിടെ എല്ലാം. ഈ സോംബി ഇവിടെ എല്ലാം പൊട്ടിക്കുക. ഇതിനെ കൊല്ല്. നിന്നിപ്പടിക്കും. ഓടിക്കോ സോംബി, ഓടിക്കോ. ഗോളം വരുന്നുണ്ട്. ഒറ്റടിയിൽ നീ തീരും. അതാ ചത്ത്. ഞാൻ പറഞ്ഞ പാകത്തോട് ഗോൾഡ് എവിടെ? ഗോൾഡ് നീ എടുത്താ? ഗോളം എനിക്ക് തിരിച്ചാ. ഒന്നും പറയണ്ട, എന്റെ ഗോൾഡ് തിരിച്ചാ. അത് എനിക്ക് ഞാനല്ലേ അവൻ അറ്റാക്ക് ചെയ്ത. പാതി അറ്റാക്ക് ഞാൻ ചെയ്തു. നീ ഒറ്റ അറ്റാക്ക് ചെയ്ത. ഗോൾഡ് എനിക്ക് തിരിച്ചു തന്നോ? ഞാനെങ്ങനെ അങ്ങോട്ട് പോകും? എന്നെ കൊന്നാ? എടാ ഇത് അതിലും വലിയ വില്ലേജാടാ. എനിക്കെന്താ വില്ലേജ് ഭാഗ്യം ദിവസോ. ഇത് കുറച്ച് ഹെവി ബിസി ആയിട്ടുള്ള വില്ലേജാന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ വില്ലേജറൊക്കെ ഉണ്ട്. രാവിലെ ആക്കാം ഫസ്റ്റ്. എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഈ വില്ലേജ്. എന്താ എനിക്ക് ഇവിടെ കാണാനുള്ളത്? മാറി അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. എന്താ ചാവത്തെ? പേര് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഇതിന് എന്നെ അടിക്കാനുള്ള പവർ ഉണ്ടെന്ന്. കറക്റ്റ് എയിമില്ലാത്ത സ്കെൽട്ടൺ. അവന് എയിമുണ്ടാ. പക്ഷെ ഞാൻ അവനെ കൊല്ലും. എനിക്കവനെ കൊല്ലണം. വെള്ളത്തിന്റെ അടിയിലോട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അവനെ. ചാവ്. അവിടെ ചെറിയ സോംബി. മാറിക്കോ. എന്നെ പഠിക്കും. എസ്കേപ്പ്. ഇപ്പോൾ ഞാൻ ഓടിയില്ലെങ്കിൽ എന്നെ അടിക്കും. ഇവിടെ എന്താ ഉള്ളേ? ബെഡാ. ഒരു ബെഡ് പൊട്ടിച്ചെടുക്കാ. എന്താ പ്ലാൻ? നല്ല പ്ലാൻ. 2 ബെഡ് വേണം. 2 ബെഡ് പൊട്ടിച്ചെടുക്കാ. എന്താ പ്ലാൻ? നല്ല പ്ലാൻ. ഫുഡ് കിട്ടി. ഇതാ നമ്മള് വില്ലേജിലാണ് വന്നേക്കുന്നത്. ഇനി ഫുഡിന് ക്ഷാമമില്ല. ഹലോ ഗോളം, എനിക്കിതിന് ഇങ്ങോട്ട് നോക്കടാ. എനിക്കിതിന് മുമ്പൊരു വില്ലേജ് കിട്ടിയായിരുന്നു. ഇങ്ങോട്ട് നോക്കടാ. എനിക്ക് ഇതിന് മുമ്പൊരു വില്ലേജ് കിട്ടിയായിരുന്നു, പക്ഷെ ആ വില്ലേജ് ഞാൻ വിട്ടു. ഇനി നിന്റെ ഈ വില്ലേജാണ് ഞാൻ എൻ്റേതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എതിർപ്പൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഇല്ല. എന്നാ ശരി. ഈ വില്ലേജ് എൻ്റെ ഞാൻ പ്രഖ്യാപിച്ചു. വില്ലേജത്തെ മെയിൻ ആളാന്ന് തോന്നുന്നു. തൊപ്പിയൊക്കെ ഉണ്ട്. നോക്കട്ടെ. ട്രേഡറാ? ലൈബ്രറിയനാ? ഇയാളെ ലൈബ്രറിയൻ?
ബുക്ക് കൊടുത്താൽ ജമ്മ് തരുമോ? ജമ്മ് കൊടുത്താൽ ലൈറ്റ് തരുമോ? പട്ടാപ്പകൽ എൻ്റെ വില്ലേജിൽ സ്കാമോ? ആരടാ ആരടാ എൻ്റെ വില്ലേജിൽ സ്കാം നടത്തിയാൽ നിന്നെ ഞാൻ കൊല്ലും. ഇത് നല്ല വില്ലേജറാ, പണിയെടുക്കുക. ഇയാൾ വെള്ളത്തിൽ നോക്കി നിൽക്കുക, പണിയെടുക്കടേ. ഇന്നെനിക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാനാണ് പോകേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ഡയമണ്ട് കണ്ടുപിടിക്കണം. എന്തായാലും എനിക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം. ഡയമണ്ട് ഇല്ലാത്തൊരു മൈൻക്രാഫ്റ്റത്തെ പ്ലെയർ എന്ന് പറഞ്ഞൊരു ബോട്ടിനെ തുല്യ. അതുകൊണ്ട് ഇന്ന് ഡയമണ്ട് കണ്ടുപിടിക്കാൻ. ഇതെന്താ? എന്താ ഇത്? പൂച്ചയാ? അല്ല, എലിയാ. എൻ്റെ വില്ലേജിൽ എലിയാ. ഈ എലീനെ പിടിക്കുന്നവന് 500 കോയിൻ, ഗോൾഡ് കോയിൻ. 500 ഗോൾഡ് കോയിൻ. ആ എലീനെ പിടിക്കുക. എൻ്റെ വില്ലേജിൽ എലി വേണ്ട. അല്ലേ വേണ്ട. ഒരു വില്ലേജിൽ എലി ഇല്ലല്ലോ. എൻ്റെ വില്ലേജിൽ എലിയുള്ളത് നല്ല കാര്യമല്ലേ, വളർത്താം. ആ എലീനെ ഞാൻ വളർത്താൻ തീരുമാനിച്ചു. ഇത് ശരിക്കും എയറിലാ? ഇതിൻ്റെ മുകളിൽ വില്ലേജ് ഉണ്ടാ? ഓ, എയറിലാരാ വീടുമാണിത്? എങ്ങനെ ഇപ്പൊ കേറുക ഇങ്ങോട്ട്? ഇതിന്റെ മുകളിൽ എങ്ങനെയാ കേറുക? മൈൻക്രാഫ്റ്റ് ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഒറ്റൊരെണ്ണം മതി. അങ്ങനെ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇനി എന്നെ തടയാൻ ആർക്കും പറ്റൂല. ഞാൻ അൺസ്റ്റോപ്പബിളായി. ഇവിടെ ഒളിച്ചിരിക്കുന്ന വില്ലേജർ ആരാ? ഇത്രയും മേളില്. ഇവിടെ ഞാനല്ലേ ഈ വില്ലേജിന്റെ രാജാവ്, കിങ്. ഞാനല്ലേ ഈ വില്ലേജിന്റെ കിങ്. ഞാൻ പ്രഖ്യാപിച്ചതല്ലേ. അപ്പൊ ഇയാളാരും ഇവിടെ വീട് വെച്ചേ? എണീക്കോ. ആരുമില്ല. ഓ, അപ്പൊ എനിക്ക് വേണ്ടി വില്ലേജേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്ന വീടായിരുന്നാ? താങ്ക് യു വില്ലേജേഴ്സ്, താങ്ക് യു. ഇതുപോലൊരു നല്ല വില്ലേജ് സ്വപ്നങ്ങളിൽ മാത്രം. എൻ്റെ വില്ലേജിലേക്കുള്ള ഫുൾ വാട്ടർഫാൾ ഞാൻ ഇവിടുന്ന് തുടങ്ങും. ഇപ്പോൾ ഇവിടെ മൊത്തം വെള്ളം. എന്തൊരു രസം. അത് നല്ല രസമുണ്ടാവും അല്ലേ? ഇവിടുന്നും ഈ സൈഡിൽ നിന്നും ഫുള്ള് വെള്ളം പോവും. ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ താഴോട്ട് ജമ്പ് ചെയ്താൽ മതി. ഇവിടെ മൊത്തം വെള്ളം ഉണ്ടാവും. കയറണമെങ്കിൽ അത് വെച്ച് കയറാം. അങ്ങനെയാണ് എൻ്റെ വില്ലേജിൻ്റെ ടെക്നോളജി വർക്കാവുന്നത്. പിന്നെ ഇവിടെ ഒരു കൊട്ടാരം. അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. ഈ വില്ലേജ് വളരും. ഈ വില്ലേജ് ഒരു KGF ആവും. കണ്ടോ? ഇവിടെ അങ്ങോട്ട് പോകും. അതാണ് നമ്മളുടെ മൈനിങ് സെക്ടർ 8 മൈനിങ് ഏരിയ. അവിടെ നിന്നാണ് ഞാൻ മൈൻ ചെയ്ത് ഗോൾഡ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഗോൾഡ് കൂട്ടി വെക്കും. ഡയമണ്ടും ഉണ്ടാവും. ഡയമണ്ടും ഗോൾഡും കൂട്ടി വെക്കും. വില്ലേജ് ഇങ്ങനെ വളർത്തി കൊണ്ടുവരും.